വയനാട് മക്കിമലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോസ്റ്ററുകൾ. ബോംബുകൾ സ്ഥാപിക്കുന്നത് നിർത്തണമെന്ന് ആവശ്യം. മദ്യവും മയക്കുമരുന്നും നൽകി യുവാക്കളെ വഴിതെറ്റിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പോസ്റ്റർ. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഈ മക്കിമലയിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് ബോംബ് നിർവീര്യമാക്കിയതിന് ശേഷമുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മേഖലയിൽ മാവോയിസ്റ്റുകൾക്കെതിരായ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ബഹുവർണ്ണ പോസ്റ്ററുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത. മാവോയിസ്റ്റുകൾ ഈ കയ്യെഴുത്ത് പോസ്റ്ററുകൾ ഒട്ടിക്കുമ്പോൾ ഇവിടെ ബഹുവർണ്ണ പോസ്റ്ററുകൾ, അച്ചടിച്ച ബഹുവർണ്ണ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഗ്രാമങ്ങളിൽ ബോംബുകൾ സ്ഥാപിക്കുന്നത് നിർത്തണം എന്നുള്ളതാണ് പോസ്റ്ററിൽ ആവശ്യം. അതോടൊപ്പം തന്നെ ചോരയിൽ കുതിർന്ന രാഷ്ട്രീയം വേണ്ട എന്നും പോസ്റ്റർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും നൽകി യുവാക്കളെ വഴിതെറ്റിക്കുന്നത് മാവോയിസ്റ്റുകൾ നിർത്തണം. 2025 കേരളത്തെ മയക്കുമരുന്ന് ഹബ്ബാക്കി മാറ്റാൻ മാവോയിസ്റ്റ് ശ്രമം ഉണ്ടെന്നും പോസ്റ്ററിൽ ആരോപണമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാവോയിസ്റ്റുകളെ പോലെ മാവോയിസ്റ്റ് അനുകൂലികളും കേരളത്തിന് ആപത്ത്, മാവോയിസം കേരളത്തെ ബാധിക്കുന്ന ക്യാൻസർ തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത്. ഈ മക്കിമല മേഖലയിൽ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചാരണം നടന്നിട്ടുണ്ട്. ആരാണ് ഇത് ഒട്ടിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരം വ്യക്തമല്ല. കേരള യുവാക്കൾ, കേരളത്തിലെ യുവാക്കൾ നിങ്ങളുടെ ശത്രുക്കളല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലേഖനം ചെയ്യുന്ന വിധത്തിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അത് നേരത്തെ ഈ മക്കിമല മേഖലയിൽ ബോംബ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല മക്കിമല, കമ്പമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മാവോയിസ്റ്റുകളുടെ സജീവ സാന്നിധ്യമുള്ള മേഖലയാണ്. ഇവിടെയാണ് ഇങ്ങനെ കാടിനകത്ത് ഒരു ബോംബ് കണ്ടെത്തുകയും അത് നിർവീര്യമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഉൾപ്പെടെ ചാർജ് ചെയ്തുകൊണ്ട് പോലീസ് കേസെടുത്തിരുന്നു. എന്തായാലും ഈ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾക്കെതിരായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്.